Alaikum. Good Good morning, all. morning. Good morning. Good Good morning. morning. Good morning. Assalamualaikum. Alaikum salam. മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരാം. വലൈക്കും സ്ലാം. ഗുഡ് മോർണിംഗ്. മാക്സിമം വീഡിയോ മോഡിൽ വരാൻ പറ്റുന്ന എല്ലാവരും വീഡിയോ മോഡിൽ വരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. വാം വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്. ഇപ്പോൾ നല്ലൊരു മെഡിറ്റേഷൻ എല്ലാ ഏരിയാസിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞു അല്ലേ? മെഡിറ്റേഷൻ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ്ഡ് ആണ്, കാമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് സെഷനിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ചൊരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? EFT. EFT. യെസ്, താങ്ക് യു മാം. EFT ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വരുന്നത്. EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഇതൊരു ടൂളാണ്. ഈ ടൂളിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവർ മാക്സിമം വീഡിയോ മോഡിൽ വരാം കേട്ടോ. ഓക്കെ. അപ്പോൾ EFTയിലേക്ക് വരുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു ടെക്നിക്കാണ് EFT. അപ്പോൾ നമ്മൾ പല സമയത്തും അല്ലെ, നമ്മുടെ ലൈഫിൽ പല സമയത്തും പല നെഗറ്റീവ് ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ചിലത് ചെറിയ ചെറിയ ഇഷ്യൂസ് ആവാം, ചില കാര്യങ്ങൾ വലിയ നമ്മുടെ ലൈഫിനെ തന്നെ സ്റ്റക്കാക്കി നിർത്തുന്ന രീതിയിലുള്ള വലിയ വലിയ ചാലഞ്ചസിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പോൾ ചില ആളുകൾ ഈ ഒരു ഇമോഷൻസിൽ പെട്ടുപോകാറുണ്ട് അല്ലേ? ഏകദേശം 99% ആളുകളും ആ ഒരു വിഷമത്തിലും സങ്കടത്തിലൊക്കെ പെട്ടുപോകാറുണ്ട്. അവിടെ അങ്ങ് സ്റ്റെക്കായി പോകും. അപ്പോൾ നമുക്കതൊരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്ര നല്ലതാണ് അല്ലേ? നമുക്കറിയാം നമ്മുടെ ഇമോഷൻസ് നമ്മൾ എത്രത്തോളം നമ്മുടെ എനർജിയെ ബാധിക്കുന്നുണ്ടെന്നുള്ളത്. നമ്മൾ ഹാപ്പി ആണെങ്കിൽ, നമ്മൾ സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ ഹൈ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ സങ്കടത്തിൽ, വിഷമത്തിൽ, പ്രയാസത്തിലൂടെ, ദേഷ്യത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എന്താണ്, നമ്മുടെ എനർജി ലെവൽ ഡൗൺ ആവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ആ ഒരു ദിവസത്തെ തന്നെ അത് ബാധിക്കും. അപ്പോൾ നമുക്കതൊരു ടൂൾ ഉപയോഗിച്ചിട്ട് റിലീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ EFT എന്ന് പറയുന്നത് ഒരു നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. മാത്രമല്ല ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂളുമാണ്. നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളുമാണ് EFT എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്, അല്ലെങ്കിൽ പീസ് ആണ് അല്ലേ? സന്തോഷം, സമാധാനവും ലൈഫിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് EFT. അപ്പോൾ ആ ടൂളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ അവെയർ ആയിരിക്കണം. നമ്മുടെ മനസ്സിന് ഞാൻ പറഞ്ഞല്ലോ, റീപ്രോഗ്രാമിംഗ് ടൂളാണ്, റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് EFT എന്നുള്ളത്. അപ്പം നമ്മുടെ മൈൻഡുമായിട്ട് നമ്മുടെ മൈൻഡും നമ്മുടെ ലൈഫുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ മനസ്സിന് ബന്ധമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്ത്, നമുക്ക് ടെക്സ്റ്റ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടൊക്കെ പോവാം. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ പോകുമ്പോഴല്ലേ, ഇന്ററാക്റ്റീവ് ആകുമ്പോഴല്ലേ
ഒന്നും കൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവാം അല്ലേ? ബന്ധമുണ്ടോ നമ്മുടെ ഇപ്പോഴുള്ള ജീവിതവുമായും നമ്മുടെ മൈൻഡുമായിട്ടും ബന്ധമുണ്ടോ? യെസ്, ബന്ധമുണ്ട്. അതാണ് ഒരു റിയൽ ട്രൂത്താണ്. നമ്മുടെ മനസ്സിന് നമ്മുടെ ജീവിതവുമായിട്ട്, നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളുമായിട്ട് ഒരു അനിഷേധ്യ ബന്ധമുണ്ടെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തിനാണ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ പല പ്രതിസന്ധികളും നമ്മുടെ ലൈഫിൽ വരാറുണ്ട് അല്ലേ? നമ്മൾ പറയും മനുഷ്യരാണ്, ജീവിതമാണ്, പ്രതിസന്ധികൾ വരാം. ഈ പ്രതിസന്ധികളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്? അപ്പം നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പല അല്ലേ, നമ്മൾ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഓഫീസിലുള്ള വ്യക്തികളായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇങ്ങനെ, അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ ക്രൈസിസ്, ബിസിനസ് ലോസിലേക്ക് പോവുക, അടച്ചുപൂട്ടേണ്ടി വരിക അല്ലേ? അല്ലെങ്കിൽ പല രീതിയിലുള്ള അസുഖങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ അതിൻ്റെ ഒരു കാരണം നമുക്ക് മനസ്സിലാവില്ല. ഇത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മുടെ ലൈഫിൽ ഇത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകണം? നമ്മുടെ മനസ്സിലേക്ക് പോയി അതിൻ്റെ കാരണം കണ്ടെത്തി ഹീൽ ചെയ്യുമ്പോൾ ഔട്ട്സൈഡ് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു റിഫ്ലക്ഷനാണ്. എവിടെ നിന്നുള്ള റിഫ്ലക്ഷനാണ്? നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലുള്ള കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ യഥാർത്ഥ കാരണം, റൂട്ട് കോസ് കിടക്കുന്ന നമ്മുടെ മൈൻഡിലാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ്, ഈ ബിലീഫൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ, എപ്പോഴാണ് അതൊക്കെ കയറി കൂടിയിട്ടുള്ളത്? എവിടെയാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്? അതുകൊണ്ടാണോ എന്താണ്? എനിക്ക് സ്ട്രോക്ക് ഉണ്ടായത്? അതുകൊണ്ടാണോ? ഡെഫിനറ്റ്ലി നമ്മുടെ സ്ട്രെസ് കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് ഉം. പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും നമ്മൾ കടന്നു പോകും അല്ലേ? അപ്പോൾ ഉം. എനർജി ബ്ലോക്ക് സംഭവിക്കും. ഓക്കെ, ഉം. അപ്പോൾ അതിന്റെ കാരണം തന്നെയാണ് സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ പറയും. സ്ട്രെസ് എന്നല്ലേ പറയാറ്? ഡോക്ടേഴ്സ് പറയാറില്ലേ? അതെ. ടെൻഷൻ ഉണ്ടായോ, അങ്ങനെ ചോദിക്കാറില്ലേ? ആ. അതെ. അപ്പോ ഇപ്പം ഇതിനെ ഒരു അറ്റാച്ച് ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്, 99% നമ്മുടെ ഡിസീസസും വരുന്നത്, അസുഖങ്ങളും വരുന്നത് സൈക്കോസോമാറ്റിക് ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മീൻസ് ഉം. മനോജന്യ രോഗങ്ങളാണ്. നമ്മുടെ സ്ട്രെസ്, നമ്മൾ അനുഭവിക്കുന്ന ഫിയർ, ആങ്സൈറ്റി, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉം. അതിൽ നിന്ന് നമ്മുടെ എനർജി ബ്ലോക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എനർജി ഫ്ലോ ക്ലിയർ ആയിട്ട് പോകില്ല. അപ്പൊ അതിലാണ് നമ്മൾ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മൾ ഒന്ന് തിരിഞ്ഞു പോവേണ്ടതില്ല. എവിടെയാണ് നമ്മുടെ, ഞാൻ പറഞ്ഞു അല്ലേ, മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാം എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഉം. മൈൻഡ് പ്രോഗ്രാംഡ് ആണോ? അതെ. നമ്മുടെ കുട്ടിക്കാലത്ത്, മീൻസ് 0 to 15 years നമ്മുടെ അമ്മയുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയം മുതൽ 15 വയസ്സ് വരെ നമ്മുടെ ലൈഫിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ, ഇവയിൽ നിന്നെല്ലാം നമ്മുടെ ഉള്ളിൽ ബിലീഫ്സ് രൂപപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ബിലീഫ്സിന് മാച്ച് ആയിട്ടുള്ള ഈ ബിലീഫ്സ് 15 വയസ്സ് വരെയൊക്കെയുള്ള ലൈഫിൽ നമ്മൾ നമുക്കൊരു ഏതൊരു കാര്യം സംഭവിക്കുമ്പോഴല്ലേ നമ്മൾ അപ്പം ആ സമയത്ത് എന്താണ്, ഒരു കോപ്പി ചെയ്യുന്ന സമയമാണല്ലേ, എല്ലാം പിടിച്ചെടുക്കുന്ന ഒരു ടൈമാണ്. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഓരോ കാര്യത്തെക്കുറിച്ചും ബിലീഫുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ബിലീഫുകൾ പിന്നീട് 15 വയസ്സിന് ശേഷം ഇതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ബിലീഫിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ അനുഭവിച്ച ഒരു കുട്ടി എന്ന് വിചാരിക്കുക. പാരൻസിന്റെ ഭാഗത്തു നിന്ന്, സിബ്ലിങ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ വാല്യൂ കിട്ടുന്നില്ല, കുട്ടിയെ നന്നായിട്ട് കെയർ ചെയ്യുന്നില്ല, കുട്ടിയുടെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ നിറവേറ്റി കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു കുട്ടിയെ, അല്ലെങ്കിൽ ഓവർ കൺട്രോളിങ്, ഇങ്ങനെ എന്തെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കുട്ടി, ഈ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ബിലീഫ് എന്താണ്?
ഈ ഒരു പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ബിലീഫ് ഉണ്ടാവും. എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അല്ലേ? ആ കുട്ടിയുടെ മനസ്സിലുള്ള ഒരു പെയിന് ഇതായിരിക്കും. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഈ ഒരു ബിലീഫ് ആ കുട്ടിയുടെ ഉള്ളിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് ആ കുട്ടിയുടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് മാത്രമല്ല, മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ആ വ്യക്തികളിൽ നിന്നും ഇതുപോലെയുള്ള എക്സ്പീരിയൻസസ് ആ കുട്ടിക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ അപ്പോൾ ഞാൻ മെൻഷൻ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിൽ ഒരു ഇവിടെ അടുത്തുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തി അവരുടെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ടോക്സിസിറ്റി ഫീൽ ചെയ്യുന്നു. അപ്പോൾ പ്രശ്നം കിടക്കുന്നത് റൂട്ട് കോസ് പോയി നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ അതിനുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ കുട്ടി കുഞ്ഞു പ്രായത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ടോക്സിക് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിന്റെ ഇതിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള ആ ഒരു ബിലീഫ്, അതാണ് ഇപ്പോൾ ഉള്ള ഒരു വ്യക്തിയെ ആൾ അട്രാക്ട് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ആരായിരുന്നാലും ആളുടെ ലൈഫ് പാർട്ട്ണറെ നമ്മൾ അട്രാക്ട് ചെയ്തതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലാണ് പ്രശ്നം കിടക്കുന്നത്. ആ പ്രശ്നം മൈൻഡിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് അത് ക്ലിയർ ആവും എന്നുള്ളതാണ്. ഇപ്പോൾ വേറെ രീതിയിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു 0 to 15 years എൻ്റെ ലൈഫിലുള്ള ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് കിട്ടിയിരുന്നോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നല്ലൊരു ക്രൈസിസിലൂടെ ആയിരുന്നോ പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ ആ കണക്ഷൻ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവിടെ പോയി നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴാണ് ഇവിടെ ഔട്ട്സൈഡ് ക്ലിയർ ആവുന്നത്. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് ഔട്ട്സൈഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവും. നമ്മൾ പറയാറില്ലേ, എന്ത് ചെയ്തിട്ടും അങ്ങ് ക്ലിയർ ആവുന്നില്ല. എത്ര ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എത്ര ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തോ എനിക്കറിയില്ല, എന്താ കാരണം എനിക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. അപ്പം യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രശ്നം കിടക്കുന്നത് നമ്മുടെ മനസ്സിനുള്ളിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഈ ബിലീഫ്സിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനർജി പവർ ഉണ്ട്. അപ്പോൾ എന്താണ് എനർജിയുടെ ഒരു പ്രത്യേകത? ഒരേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യൂ, അല്ലേ? അപ്പം ഈ ഒരു ബിലീഫ്, നമ്മുടെ ഉള്ളിലുള്ള ഈ ബിലീഫുകൾക്കൊക്കെ ഉള്ള പണി എന്താണ്? അതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളതും പ്രശ്നമല്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബിലീഫുകൾ, അത് നമുക്ക് വേണം എന്നുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കുന്നത്. ഒരു അനലിറ്റിക്കൽ പവറോ ഒന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലില്ല. ഇപ്പം പുറത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ്. എനിക്ക് പണം വേണം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് നല്ല ലൈഫ് പാർട്ട്ണർ വേണം. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ കുട്ടിക്കാലത്ത് പ്രോഗ്രാം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ പോയിട്ട് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുട്ടിക്കാലത്ത് പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, അല്ലേ? ആ സമയത്ത് പോയി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? യെസ്, നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ മൈൻഡിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യപ്പെട്ട നമ്മുടെ മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗുഡ് ന്യൂസ്. ഓക്കെ. അപ്പൊ അതിനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് EFTയെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം ബന്ധമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഒരു ടൂളിനെ കുറിച്ച് അറിയാന്നുള്ളത്. നമ്മുടെ ലൈഫിനെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് EFTയിലേക്ക് വരാം. എന്താണ് ഈ ഒരു ടൂളിനെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. EFT ടാപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ, നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളോട് സങ്കടങ്ങളോട് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് ഒരു എനർജി ബ്ലോക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ട്രോമാസിലൂടെ കടന്നു പോകും, അല്ലേ? ചെറുപ്പത്തിൽ മാത്രമല്ല, നമ്മുടെ കറണ്ട് ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ദിവസവും എണ്ണമറ്റ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ സങ്കടപ്പെടുന്നു, വിഷമിക്കുന്നു, ദേഷ്യപ്പെടുന്നു,
അല്ലേ? നമ്മൾ പല രീതിയിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. ഈ സമയത്തെല്ലാം നമ്മുടെ ഉള്ളിൽ എനർജി ബ്ലോക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എനർജി ബ്ലോക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു EFT ടാപ്പിംഗ് തെറാപ്പി യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ എനർജി പോയിന്റ്സിലൂടെ, നമ്മുടെ ബോഡിയിലുള്ള എനർജി പോയിന്റ്സിലൂടെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്യാൻ മീൻസ് ഇപ്പോൾ ഇതൊരു എനർജി പോയിന്റ് ആണ്, ഇവിടെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് എനർജി പോയിന്റ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. ആ ബോഡിയിലൂടെ നമ്മൾ ടച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇമോഷൻസിനെ റിലീസ് ചെയ്യിപ്പിക്കുന്ന ഒരു റിലീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാം ആക്കുന്ന ഒരു പ്രോസസ്സാണ് ടാപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. EFT ടാപ്പിംഗ് തെറാപ്പി. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ടാപ്പിംഗ് തെറാപ്പി. ഈ ഒരു ടൂള് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഓക്കെ, അപ്പോൾ നമുക്ക് EFT നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മളതൊരു സ്വാഭാവികമാക്കിയിട്ട് വെച്ചൊരു കാര്യമാണ്. പ്രശ്നങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടെങ്കിലും ആക്ച്വലി നമ്മുടെ മൈൻഡിൽ, നമ്മുടെ എനർജി സിസ്റ്റത്തിൽ നിന്നും അത് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ അതിനൊരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. ആ ഒരു എനർജി ബ്ലോക്ക് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളിലും തടസ്സം നടക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് EFT, നമ്മൾ ഈ ടാപ്പിംഗ് തെറാപ്പി ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ബോഡിയിൽ സ്റ്റെക്കായിട്ട് കിടക്കുന്ന നെഗറ്റീവ് എനർജിയെ നമ്മൾ എനർജി പോയിന്റ്സിലൂടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത്, ടച്ച് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്ലോക്ക് റിലീസ് ആവുന്നു. ഈ എനർജി പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നെർവ് എൻഡിങ്സ് ആണ്. അപ്പോൾ ഓരോ ഓർഗനായിട്ട് അത് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ഓർഗൻസ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഈ എനർജി റിലീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വളരെ, ഇപ്പം EFTയിൽ ജോയിൻ ചെയ്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവർക്കറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ട്. ഞാൻ പറയുമ്പോൾ അവർക്ക് കൂടുതൽ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എത്രത്തോളം ക്ലിയർ. അപ്പോൾ നമുക്ക് വലിയ വലിയ സോറി വലിയ വലിയ ട്രോമാസ് വരെ നമുക്ക് വിത്തിൻ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് അവറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ ഒരു ഇമോഷനെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലേ? നമ്മളെപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഇമോഷൻസ് ആണ് പ്രശ്നം, മെമ്മറിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പം ചില ആളുകൾ പറയും, ഞാനത് ഉള്ളിലോട്ട് എടുത്തിട്ടില്ല, ഞാനത് ഞാനത് വിട്ടു, ഞാനത് മൈൻഡിലേക്കേ എടുത്തിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്തു എന്ന് വരില്ല, അല്ലേ? പക്ഷെ ചില സമയത്ത് നമ്മൾ ആ ഒരു ഇമോഷൻസ് ആണ് നമ്മുടെ വലിയ പ്രശ്നം. നമ്മളത് ഉള്ളിലേക്ക് എടുത്ത് നമ്മളത് ഒരു ഹെവിനെസ് ആയിട്ടൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് പിന്നെ മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ സ്റ്റെക്കായി പോകും. അപ്പോൾ ഈ ഒരു ഇമോഷൻസ് കട്ടായി കഴിഞ്ഞാൽ, ഇമോഷൻസ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഈ ഒരു സങ്കടം, വിഷമമൊക്കെ കട്ടായി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലാത്ത ജസ്റ്റ് ഒരു മെമ്മറി ആയിട്ട് അവിടെ കിടക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തി നമ്മൾ വെറുതെ കാരണമില്ലാതെ ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ നിന്നുള്ള സങ്കടവും വിഷമവും ആളോടുള്ള ദേഷ്യവും ഇതൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത്, ബുദ്ധിമുട്ടാക്കുന്നത്. അല്ലേ? നമ്മളങ്ങ് ഡൗൺ ആയി പോവും. പിന്നെ ആൾക്ക് പ്രതികാരം ചെയ്യണം, അല്ലെങ്കിൽ എന്നോട് എന്തിനാ അങ്ങനെ ചെയ്തു, പിന്നെ അത് പ്രശ്നങ്ങളിലൂടെ അങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ ആ ഇമോഷൻ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് അവിടെ മെമ്മറി ഉണ്ടാവുള്ളൂ. ചില കേസുകളിൽ ഈ മെമ്മറി പോലും കിട്ടാത്ത രീതിയിൽ ഹീൽഡ് ആവാറുണ്ട്. ഓക്കെ, ഈ ടാപ്പിംഗ് തെറാപ്പി EFT ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്താണ്, ഈ ഇമോഷൻസിന് നമുക്ക് ക്ലിയർ ചെയ്യാനും വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് EFT. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ, ചില ദിവസങ്ങളിൽ രാവിലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും, അല്ലേ? ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, മൈൻഡ് ഔട്ടാണ്, മൈൻഡിലൊന്നും നിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോട് നമ്മൾ പോവാറുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ ഇരുന്ന് ടാപ്പ് ചെയ്യുന്നു, ഇതിനുള്ള ഇമോഷൻസ് എല്ലാം റിലീസ് ചെയ്യിപ്പിക്കുന്നു, പിന്നെ നമ്മളത് ബാധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് അങ്ങ് എൻഗേജ്ഡ് ആവാൻ പറ്റും. നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഓഫീസിലെ കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളായാലും അതുപോലെ നമ്മുടെ അടുത്ത് ഉള്ള ആളുകളോടൊക്കെ നല്ല രീതിയിൽ നമുക്ക് പെരുമാറാൻ പറ്റും. അല്ല, എപ്പോഴും നമ്മൾ
നമ്മുടെ മറ്റുള്ള വ്യക്തികൾ ചിലപ്പം അവരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നമ്മളുടെ ഒരു എനിക്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനനുസരിച്ചിട്ടാണ് നമ്മൾ അവരോട് പെരുമാറുക. പ്രത്യേകിച്ച് മക്കളോടൊക്കെ അല്ലെ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രെസ്ഡ് ആണെങ്കിൽ എന്താണ്, ഓക്കെ, സ്ട്രെസ്ഡ് ആണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരൂലേ, ഒരു പകർച്ചവ്യാധിയാണ്. മീൻസ് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോഴേക്കും നമ്മൾ അങ്ങ് കൺട്രോൾ ഇല്ലാതെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യും അല്ലേ, നമ്മളങ്ങ് പെരുമാറിപ്പോവും. നമ്മൾ അറിയാതെയാണത്. അതിനുശേഷം നമുക്ക് ഗിൽട്ടൊക്കെ വരും. പക്ഷേ നമ്മളല്ലാതാക്കി തീർക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ എത്രത്തോളം ഹാപ്പി ആയിട്ട് നമുക്ക് പോവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഇമോഷൻസിൽ നമുക്ക് ഫ്രീ ആവാൻ പറ്റും അല്ലേ. ഇത് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു റിലേഷൻഷിപ്പിൽ ഇഷ്യൂ അനുഭവിച്ചൊരു കുട്ടി. ആ ഒരു കുട്ടി അന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ കറണ്ട് ലൈഫ് ഒരു 40 years ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 35-30 years ആണിപ്പോൾ നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ആള് ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ, മീൻസ് റിലേഷൻഷിപ്പിൽ തന്നെ ലൈഫ് പാർട്ട്ണറായിട്ടാവാം, അല്ലെങ്കിൽ ഇൻലോസ് ആയിട്ടാവാം, എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഓഫീസിൽ റിലേഷൻഷിപ്പിൽ അവർക്ക് ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് റീപ്രോഗ്രാം ചെയ്യുന്നത്, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളോട് ഒരാൾ വന്ന് പറയാണ്, ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഏത് ഏരിയയിലാവട്ടെ. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ റിലേഷൻഷിപ്പ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോയി നോക്കും, നമുക്കറിയാം അത് റീപ്രോഗ്രാമിംഗ് ചെയ്യേണ്ടതാണ്. അപ്പം പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു ബിലീഫ് അവിടെ ഉണ്ട് എന്നുള്ളത്, അത് അട്രാക്ട് ചെയ്തതാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കുട്ടിയുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, റിലേഷൻഷിപ്പിൽ ഓൾറെഡി പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ട്രോമ എടുത്ത്, ആ ട്രോമയിൽ ഈ കുട്ടി അനുഭവിച്ചിട്ടുള്ള ഇമോഷൻ എടുത്ത് ക്ലിയർ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു നെഗറ്റീവ് ബിലീഫ് എടുത്ത് ക്ലിയർ ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ വേണ്ട ഈ ഒരു EFT തെറാപ്പിയിലൂടെ തന്നെ, EFT ടാപ്പിംഗ് തെറാപ്പിയിലൂടെ തന്നെ നമ്മുടെ മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യുന്നു. എന്താണോ ആ കുട്ടിക്ക് വേണ്ടത്, ആ ഒരു ബിലീഫ്, നെഗറ്റീവ് ബിലീഫ് ഉണ്ടല്ലോ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ കൺസിഡർ ചെയ്യുന്നില്ല, എന്നെ വാല്യൂ ചെയ്യുന്നില്ല എന്ന ആ ഒരു ബിലീഫിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പുതുതായിട്ട് കൊടുക്കുന്നു. പിന്നീട് ആ ബിലീഫാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് ആ ഒരു ബന്ധം ക്ലിയർ ആവും. ഇങ്ങനെയാണ് നമ്മൾ EFTയിലൂടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ട് മുകളിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ഏതൊരു ഏരിയയിലും നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ വിഷ്വലൈസേഷൻ, അതുപോലെ പോസിറ്റീവ് അഫർമേഷൻസ്, ഇവയെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ലിമിറ്റിംഗ് ബിലീഫ് EFT ടൂൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് EFT. അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ടൂളാണ് EFT. ഒരുപാട് മെത്തേഡ്സും ടൂൾസും അവൈലബിൾ ആണ്, പക്ഷേ EFT അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണെന്നുള്ളതാണ് ഒരുപാട് എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ലിമിറ്റിംഗ് ബിലീഫ് നമ്മുടെ ലൈഫിനെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ് നമ്മൾ ഒരു 15 minutes നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അത് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും EFTയിൽ. ഇതെല്ലാം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ മെന്ററിങ് കൊടുക്കുന്ന ഒരാളാണ്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മാത്രമല്ല എൻ്റെ പേഴ്സണൽ ലൈഫിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇത്രയും ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ടൂളാണ് EFT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം EFT കാര്യങ്ങൾ ഇപ്പം നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മൾ ഇപ്പം പറഞ്ഞു അല്ലേ, ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ മറ്റുള്ള ചുറ്റുള്ള ചാലഞ്ചസ്, അതിൽ ഉള്ളൊരു ചാലഞ്ചാണ് ഹെൽത്ത് എന്ന് പറയും. ഇപ്പം നേരത്തെ സുലൈഖ മാം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്താണ് എന്നുള്ളത്. അപ്പോൾ ഹെൽത്തിൽ നമ്മൾ ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ
നിരന്തരം നമ്മൾ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ട്. ഒരു സ്ട്രെസ് നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടുന്ന സമയത്ത് ഒരു ഫിയറോ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, ഇപ്പം ആ, നമ്മളൊരു ആക്സിഡന്റ് കാണുകയാണ്, അതൊരു ട്രോമയാണ് അല്ലേ. ആ ആക്സിഡന്റ് കാണുന്ന സമയത്ത് നമ്മൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകും. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ നെർവസ് സിസ്റ്റം സിമ്പത്തറ്റിക് മോഡിലേക്ക് പോകും. മീൻസ് അവിടെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമുക്ക് ചിലപ്പോൾ ഹെഡേക്ക് വരാം, അല്ലെങ്കിൽ ഹെവിനെസ് വരാം, നമ്മൾ ടയേർഡായി പോകും. ഇങ്ങനെ പല രീതിയിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേശികളൊക്കെ ടൈറ്റ് ആവും, പാനിക് ആവും. അപ്പോൾ നമ്മൾ അതിൽ നിന്നും സർവൈവ് ചെയ്യാനായിട്ട് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലേക്ക് പോകും. അപ്പം ഈ ഒരു സർവൈവൽ മോഡാണെങ്കിലും നിരന്തരം നമ്മൾ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് അതിൽ നിന്ന് സർവൈവ് ചെയ്യാനുള്ള ബോഡിയുടെ ഒരു മോഡാണെങ്കിലും നിരന്തരം നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ നെർവസ് സിസ്റ്റം ഈ ഒരു സിമ്പത്തറ്റിക് മോഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പാനിക് ആവുന്നു, നമ്മുടെ ബോഡിയിൽ ഹെവിനെസ്, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത് നമ്മുടെ ആങ്സൈറ്റി കൂടാൻ, സ്ലീപ്പിംഗ് പ്രോബ്ലംസ്, അതുപോലെ ഓവർ തിങ്കിങ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അസിഡിറ്റി അല്ലേ, അസിഡിറ്റിക്ക് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെന്താണ്, നെഗറ്റീവ് തോട്ട്സ് വന്നിട്ട് നമുക്ക് നെഗറ്റീവ് തിങ്കിങ് ആണ്, ഓവർ തിങ്ക് ചെയ്ത് പോവുക, എന്തെങ്കിലും സംഭവിക്കുമോ, ഫിയർ, നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പം EFT ടാപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, മറ്റുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അല്ലേ, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ നെർവസ് സിസ്റ്റം ഒരു പാരാസിമ്പത്തറ്റിക് മോഡിലേക്ക് പോകും. നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യാണ്. നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെർവസ് സിസ്റ്റം കാമാവുന്നു, പാരാസിമ്പത്തറ്റിക് മോഡിലേക്ക് പോകുന്നു. അവിടെ ഇവിടെ നമ്മൾ സിമ്പത്തറ്റിക് മോഡിലേക്ക് പോയ സമയത്തുള്ള പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തി നിർബന്ധമായിട്ടും അല്ലേ, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരല്ല, നമ്മൾ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് വ്യക്തികളുടെ ഇടയിൽ, ഒരുപാട് സ്വഭാവങ്ങളുള്ള, ഒരുപാട് വീട്ടിൽ നിന്നുള്ള, ഒരുപാട് സറൗണ്ടിങ്സിൽ ജീവിച്ചിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള സറൗണ്ടിങ്സിലൊക്കെ ജീവിച്ചിട്ടുള്ള വ്യക്തികളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ അല്ലേ. അപ്പോൾ നമുക്ക് പല ഇഷ്യൂസും വരാം, അതെല്ലാം നമ്മൾ അട്രാക്ട് ചെയ്യുന്നതാണ്, അതൊരു വശത്ത്. അപ്പോൾ നമ്മൾ നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ കാമാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും, റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും, എല്ലാ തരത്തിലും നമ്മൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. പിന്നെ മറ്റൊരു വശം പറയുകയാണെങ്കിൽ, നമ്മൾ ട്രോമാസിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ നെഗറ്റീവ് ഇമോഷൻസിലൂടെ, ട്രോമ എന്ന് പറയുമ്പോൾ വലിയ ട്രോമ എന്നുള്ള അർത്ഥമൊന്നുമില്ല. ട്രോമ എന്ന് പറയുമ്പം ചെറിയ രീതിയിൽ നമ്മൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ട്രോമയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാപ്പിംഗ് ഒക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം, എങ്കിലേ നമുക്ക് ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ മൈൻഡിന് നമ്മുടെ ലൈഫിൽ വളരെ വലിയൊരു ഡീപ്പ് കണക്ഷൻ ആണുള്ളത്, ഒരു റിലേഷൻഷിപ്പ് ആണുള്ളത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ പണിയെടുത്ത് നമ്മുടെ മൈൻഡിനെ കാമാക്കി, നമ്മുടെ സന്തോഷമാണല്ലോ എപ്പോഴും നമുക്ക് വേണ്ടത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. എങ്കിലേ നമ്മുടെ ചുറ്റുമുള്ളവർക്കും സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുന്നതും നമ്മളിലേക്ക് സന്തോഷം വരുന്നത്. നമ്മൾ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് എല്ലാവരെയും ബാധിക്കും, നമ്മുടെ ചുറ്റുമുള്ളവരെയും ബാധിക്കും, നമ്മളെയും ബാധിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഒരു ടൂള് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷനൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കുന്ന കാര്യങ്ങളുടെ ഭാഗമാണ്. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് EFT ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് EFTയുടെ ബെനിഫിറ്റ്സ്, നമ്മൾ EFT പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ മെൻ്റൽ ഏരിയയിൽ നമ്മളിപ്പോൾ EFT യൂസ് ചെയ്യുകയാണെങ്കിൽ, EFT നമ്മൾ ടാപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ മെൻ്റലി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത് നോക്കാം. നമ്മുടെ ഓവർ തിങ്കിങ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ആങ്സൈറ്റി, ഫിയർ, പാനിക്
കീഴുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് കാം ആവാൻ സാധിക്കും. ഓക്കെ. അതുപോലെ നെഗറ്റീവ് തിങ്കിങ് കുറയും. നമ്മൾ നമ്മുടെ തോട്ട്സിന് വലിയൊരു പ്രാധാന്യമുണ്ട് അല്ലേ നമ്മുടെ ലൈഫിൽ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്തിലാണോ നമ്മളായിത്തീരുന്നത്, അതാണ് നമ്മുടെ ലൈഫ്. അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഈ തിങ്കിങ് തോട്ട്സ് ഒക്കെ എവിടുന്നാ വരുന്നത്? നമ്മുടെ പ്രോഗ്രാം ചെയ്യപ്പെട്ട നമ്മുടെ ബിലീഫ്സിൽ നിന്നാണ് അത് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം പറയാറുണ്ട്, നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്, നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യരുത്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. പക്ഷെ അത് നമുക്ക് അങ്ങനെ സാധാരണ രീതിയിൽ പോസിബിൾ അല്ല. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ പാസ്റ്റിനെ നമ്മൾ ഹീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു മെമ്മറി അല്ലെങ്കിൽ ആ ഒരു പെയിന്, ആ ഒരു ഇമോഷൻ നമുക്ക് നമ്മളിൽ നിന്നും റിലീസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യരുത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് നെഗറ്റീവ് തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. അവിടെ ഒരു നമുക്ക് ബുദ്ധിമുട്ടാണ് വരിക. കാരണം നമ്മുടെ തോട്ട്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ. നമ്മൾ എന്താണ് അതിന് കാരണമായിട്ടുള്ള ഇൻസിഡൻസ് കാര്യങ്ങൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മുടെ തോട്ട്സിന് വലിയൊരു ബന്ധം, വലിയൊരു പ്രാധാന്യം നമ്മുടെ ലൈഫിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ എനർജിയെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി ഡൗൺ ആവും. ഓക്കെ. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്താണ് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ട്രോമാസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നെഗറ്റീവ് ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡിയിൽ എന്താവുന്നത്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ നെഗറ്റീവ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ, അതാണ് ഈ എനർജി ബ്ലോക്ക് ഒക്കെ ആയിട്ട് വരുന്നത്, ടോക്സിൻസ് ആയിട്ട് കിടക്കും. ഇത് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് പിന്നീട് നമ്മുടെ ലൈഫിൽ നമ്മൾ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ മെന്റൽ ഏരിയയിൽ നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്നും റിലീസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. നമുക്ക് ഡിസിഷൻസ് മേക്കിംഗ്, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. റൈറ്റ് ഡിസിഷൻസ് റൈറ്റ് ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ആ ഒരു ക്ലാരിറ്റിയോട് കൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ മൈൻഡാണ് എല്ലാം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ ഇമോഷണൽ ഏരിയയിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? നമ്മൾ EFT ടൂൾ യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ്, നമുക്കൊരു ഇമോഷണൽ ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി വരും. ഫിയർ, സാഡ്നെസ്, സ്ട്രെസ്, ഇതിൽ നിന്നൊക്കെ എല്ലാം നമുക്ക് റിലീഫ് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അല്ലേ ദേഷ്യം നമ്മൾ കൈ കടന്നു പോവാറുണ്ട്, നമ്മുടെ കയ്യിൽ നിൽക്കാതെ പോവാറുണ്ട് അല്ലേ. ദേഷ്യം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ നമ്മളെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെ നമ്മൾ പോവാറുണ്ട്. അപ്പോൾ അത് ആ ദേഷ്യപ്പെടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിക്കും, ഞാൻ എന്തിനാ അത് പറഞ്ഞു, അവർക്ക് വല്ല ബുദ്ധിമുട്ടായില്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് ഗിൽട്ടും ഫീൽ ചെയ്യും. അപ്പൊ പലപ്പോഴും നമുക്ക് നമ്മെ അവിടെ ആ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അപ്പോൾ ഈ ഒരു ഇമോഷണൽ ബാലൻസ് മെച്യൂരിറ്റി നമുക്ക് വരും. നമുക്ക് എന്ത് ഇവിടെ പറയണം, എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു മെച്യൂരിറ്റി നമുക്ക് വരും. അതോടൊപ്പം തന്നെ നമ്മൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഫിയർ അല്ലെ, പുതിയൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? പേടി, ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെ. അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവുമോ, അത് ഫെയിലർ ആയി പോവോ, അല്ലെങ്കിൽ എനിക്കത് കഴിയില്ലേ, ഞാനതിന് കേപ്പബിൾ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ പിടിച്ച് വലിക്കില്ലേ, പിന്നോട്ട് വലിക്കും. ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇന്ന കാര്യം ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എനിക്ക് ഏൺ ചെയ്യണം, എൻ്റെ ലൈഫ് ബെറ്റർ ആക്കണം, എനിക്കൊരു ബെറ്റർ ലൈഫ് എൻ്റെ ചുറ്റിലുള്ളവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ എന്താണ്, ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യും, നമുക്ക് ഒരു പിന്നിൽ നിന്നൊരു വലി ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം റിലീഫ് കിട്ടുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പീസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു. നമ്മുടെ മൈൻഡ് കാം ആവുകയും നമ്മുടെ ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റുകയും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ അല്ലേ ഫോൺ എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ആവശ്യമില്ലാത്ത വീഡിയോസും ഇതൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ സ്റ്റെക്ക് ആവും അല്ലേ, ഫോണ് സ്റ്റെക്കായി പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. നമ്മുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു കിടക്കുമ്പോൾ
വേണ്ടാത്ത ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഓർമ്മകളും അതിൽ നിന്ന് ഇമോഷൻസും നിറഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ അങ്ങ് ബ്ലോക്ക് ആയി പോകും. ഓക്കെ, നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡി ഹാർഡ്വെയർ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ അങ്ങ് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും സ്റ്റക്കാവും. സോഫ്റ്റ്വെയർ തന്നെയാണ് നമ്മുടെ ലൈഫിൽ അത്രയും സ്വാധീനം നമ്മുടെ മനസ്സിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എറേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് EFT. നമ്മളത് എറേസ് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ മൈൻഡ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ വീട്. അല്ലേ, നമ്മളൊരു 2 days 3 days നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അവസ്ഥ എന്താണ്? നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അവിടെ സന്തോഷത്തോടു കൂടി നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ നമ്മുടെ ഒരു, നിങ്ങൾക്ക് ഇപ്പം എത്ര ഏജ് ഉണ്ട്? ഒരു 35 30 അല്ലെങ്കിൽ 20 25 ഒക്കെ ആണെങ്കിൽ അത്രയും വർഷം ക്ലീൻ ചെയ്യപ്പെടാത്തൊരു മൈൻഡിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ നമ്മുടെ ലൈഫിൽ സമാധാനമില്ല, സന്തോഷമില്ല, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമുണ്ടോ? അത് ക്ലീൻ ചെയ്യണം. നമ്മുടെ ഫിസിക്കൽ ബോഡി ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മൈൻഡും ക്ലീൻ ചെയ്യണം. അതിനുള്ള ഒരു ടൂളാണ് EFT. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ഫിസിക്കൽ ഏരിയയിലുള്ള എന്താണ് നമുക്കുള്ള ബെനിഫിറ്റ്? EFT യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മുടെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി പെയിന് ഇതെല്ലാം നമുക്ക് കുറക്കാൻ പറ്റും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റും എന്ന് തന്നെ പറയാം. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഇതിലുണ്ട്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും മണി ബ്ലോക്ക് ഒക്കെ ആയിട്ട് വന്നവരാവാം. അവർ ഹീലിങ്ങിലൂടെ പോകുമ്പോൾ, അവരുടെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് പോകുമ്പോൾ അല്ലേ, നമ്മൾ അവരുടെ ബോഡിയിൽ നിന്ന് നെഗറ്റീവ് എനർജി റിലീസ് ആവും, ടോക്സിൻസ് റിലീസ് ആവും. അപ്പോൾ അവരുടെ ബോഡി പെയിൻ ക്ലിയർ ആവും, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, ഇതൊക്കെ ക്ലിയർ ആയിട്ട് പോവാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫിസിക്കലി നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പോലെ ഫാറ്റിക്, ഹെവിനെസ് ഇവയൊക്കെ കുറയുന്നു. സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതിന്റെ റീസൺ നമ്മുടെ മൈൻഡ് കാം അല്ല, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം കാം അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസും തോട്ട്സും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ എന്താവുന്നു? നമ്മുടെ മൈൻഡ് കാം ആവുന്നു, നമുക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടുന്നു, നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നു, നമ്മൾ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു നല്ലൊരു എനർജി ഫീൽ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, എപ്പോഴും ടയേർഡായിട്ട് ഭയങ്കര ഒരു ഹെവിനെസ്സുമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ട്രെക്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അല്ലേ, അപ്പം ഇത് ക്ലിയർ ചെയ്യുന്നതിലൂടെ EFT ടൂൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യുന്നതിന്, ഹീൽ ചെയ്യുന്നതിലൂടെ, നമ്മുടെ ട്രോമാസ്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ രീതിയിലുള്ള ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും. അതുപോലെ ദഹന പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യുന്നു. അല്ലെ, അസിഡിറ്റി പ്രോബ്ലംസ്, അതുപോലെ അലർജി പ്രോബ്ലംസ് ഒക്കെ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകളാണ്. മീൻസ് ഇതുപോലെ സ്ട്രെസ് കാര്യങ്ങളാണ് അലർജിക്കൊക്കെ കാരണമായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അതിന് റൂട്ട് കോസ് ഉണ്ടാവും. ഇപ്പം ഷോൾഡർ പെയിൻ, അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അതുപോലെ കൈവേദന, ഷോൾഡറിന്റെ വേദനയൊക്കെ നമ്മുടെ ജീവിത ഭാരം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ പല റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടുള്ള സ്ട്രെസ് മൂലമാണ് നമുക്ക് ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ കൈയിൻ്റെ വേദനയൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ എടുത്ത് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പെയിനും ക്ലിയർ ആവും. ഓക്കെ, അതുപോലെ ഹെൽത്ത് ഏരിയയിൽ, ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഹെൽത്ത് ഏരിയയിൽ നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, 99% നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും വരുന്നത്, ഡിസീസസ് വരുന്നത് സൈക്കോസൊമാറ്റിക് ആണ്. അതിന്റെ പിന്നിലെല്ലാം ഇങ്ങനെ ഒരു മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കിടക്കുന്നത്, നമ്മൾ അനുഭവിച്ച സ്ട്രെസ്സുകൾ, ബുദ്ധിമുട്ടുകൾ കിടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ അല്ലേ, ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരുപാട് വ്യക്തികളായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വല്ലാത്ത മുറിവുകൾ, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ, ഹീൽ ചെയ്യപ്പെടാതെ ഇത്തരത്തിലുള്ള വെറുപ്പും പകയും ഇതൊക്കെ വലിയ വലിയ മാരകമായിട്ടുള്ള രോഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ക്യാൻസർ, കിഡ്നി പ്രോബ്ലം, ഇതിലേക്കൊക്കെ നമ്മളെ എത്തിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതൊന്നും ചെറിയ കാര്യമല്ല. നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, അതുപോലെ ഫുഡ്, നമ്മൾ ഡയറ്റ്, ഫുഡ്, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്താണ്, നമ്മളെ കെയർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ് അത്രയും നമ്മളെ
അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതും റിലീസ് ചെയ്യുക എന്നുള്ളത്, അതും ക്ലീൻ ചെയ്ത് പുറത്തേക്ക് കളയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ നമുക്ക് മറ്റൊരു ബെനിഫിറ്റ് ആണ് വെൽത്ത്. മണി ഏരിയയിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലേ? ഏകദേശം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മണി, അല്ലേ? പണം. നമുക്ക് ആവശ്യത്തിന് പണം ഇല്ല എന്നുള്ളത് ഏകദേശം ഒരു മെജോറിറ്റി ആളുകളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? EFT ടാപ്പിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വന്നവരാണെങ്കിലും അവർക്ക് ട്രോമാസ് ഹീൽ ചെയ്യുന്നതിലൂടെയും ലിമിറ്റിംഗ് ബിലീഫ്സ് ഹീൽ ചെയ്യുന്നതിലൂടെയും നമുക്ക് നമ്മുടെ മണി റിലേറ്റഡ് ഇൻകം സോഴ്സുകളിൽ നിന്നും നമ്മൾ അറിയാതെ തന്നെ മണി ഫ്ലോ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ നിന്നും നമുക്കൊരു അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്ക് പോവും. അതുപോലെ സെൽഫ് വർത്ത് ഇംപ്രൂവ് ആവും. അപ്പോൾ ഏർണിംഗ് കപ്പാസിറ്റി ഓപ്പൺ ആവും. അപ്പോൾ എല്ലാ ഏരിയാസിലും നമുക്കിത് കണക്ട് ചെയ്യാം. അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ പേഴ്സണൽ ഗ്രോത്ത്, കോൺഫിഡൻസ് ലെവൽ കൂടും. എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു തോട്ട്സിൽ നിന്നൊക്കെ മാറി നമുക്ക് എന്താണ്, നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കും, സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടാവും, കോൺഫിഡൻസ് ലെവൽ കൂടും. ഇതെല്ലാം നമുക്കിതിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ നെർവസ് സിസ്റ്റം ഉണ്ട്. നെർവസ് സിസ്റ്റം കാമല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ സിമ്പത്തറ്റിക് മോഡിൽ നിന്നും നമുക്ക് പാരാസിമ്പത്തറ്റിക് മോഡിലേക്ക് എത്താനുള്ള ഒരു ഒരു ബെനിഫിറ്റ് നമുക്ക് ഇതെല്ലാം നമ്മൾ EFT ടാപ്പിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതെല്ലാം നടക്കുമോ, ഇതെങ്ങനെയാണ് അല്ലേ? നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇതിപ്പോൾ മനസ്സ് നിങ്ങൾ ക്ലിയർ ചെയ്തതുകൊണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവോ എന്നുള്ള ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അതായത് നമ്മളൊരു സയൻസിൽ ടച്ച് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ, ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നുണ്ട് എവ്രിതിങ് ഈസ് എനർജി, അല്ലേ? എല്ലാം എനർജിയാണ്. നമ്മളും എനർജിയാണ്. നമ്മുടെ തോട്ട്സിന്, വേർഡ്സിന് എല്ലാം എനർജി പവർ ഉണ്ട്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ നന്നായിട്ട് അങ്ങ് വഴക്ക് പറഞ്ഞു എന്ന് വിചാരിക്കുക. നന്നായിട്ട് വഴക്ക് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എനർജി ഡൗൺ ആവോ ഹൈ ആവോ? എന്താണ്? എല്ലാവരും ഉറങ്ങിപ്പോയോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യോ എല്ലാവരും? എല്ലാവരും ഒന്ന് ഡൗൺ ടെക്സ്റ്റ് ആവും. ചെയ്യൂ. ഡൗൺ ആവും മാം. അതെ, ലോ ആവൂ അല്ലേ? അപ്പം നമ്മുടെ ഓക്കെ, ലോ ഡൗൺ ആവുന്നു. അപ്പം എന്താണ്? നമ്മുടെ എൻ്റെ വേർഡിൽ നിന്നുള്ള ഒരു എനർജിയാണ് അവിടെ വർക്ക് ചെയ്തത്. എൻ്റെ വേർഡിൽ നിന്നുള്ള ഒരു എനർജിയാണ്. ഇതുപോലെ എല്ലാത്തിലും എനർജി ഉണ്ട്. നമ്മൾ കാണുന്ന ഓരോ വസ്തുവിനും ഒരു എനർജി ഫീൽഡ് ഉണ്ട്. അത് വൈബ്രേറ്റ് ചെയ്ത് ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എല്ലാം എനർജിയാണ്. എന്തൊരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിലും എനർജിയാണ്. പണത്തിന് ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഓരോ കാര്യങ്ങൾക്കും എന്തുണ്ട്? ബിലീഫ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ ഉള്ള നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളായിരിക്കാം. നമ്മളോട് എപ്പോഴും ബിഹേവ് ചെയ്യുന്നവർ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ നേരത്തെ മുഹ്സിന മാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ദേഷ്യത്തിൽ പെരുമാറുന്നവർ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ നമ്മുടെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഉള്ള ഒരു പ്രശ്നമാണ്. നിങ്ങളോട് ഒരുപാട് പേര് ഇപ്പോൾ ദേഷ്യത്തോടെ പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ സെയിം സിറ്റുവേഷൻ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും ക്ലിയർ ചെയ്യണം. മീൻസ് ഇപ്പം EFT ടാപ്പിങ്ങിൽ പറയുകയാണെങ്കിൽ നമ്മളവിടെ ഫൊഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. പ്ലസ് ഈ റൂട്ട് കോസ് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ആവും എന്നുള്ളതാണ്. ദേഷ്യത്തോട് അവർ പെരുമാറുന്ന സമയത്ത് നമ്മൾ കാമായിട്ട് നിൽക്കുക. ഇറ്റ്സ് ഓക്കെ, ഞാനിത് അട്രാക്ട് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ആ ദേഷ്യത്തോടെ പെരുമാറുന്ന വ്യക്തിയല്ല പ്രോബ്ലം. ആ ഒരു വ്യക്തി ദേഷ്യത്തോടെ പെരുമാറുന്നതിന് കാരണം എൻ്റെ ഉള്ളിലുള്ള ഒരു ചിന്തയാണ്, ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്. ആളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് അഡ്വാൻസ്ഡ് തോട്ട് ഒരു കാര്യമാണ്. അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അതിന് റിയാലിറ്റി ഇതാണ്. ഒരു വ്യക്തി നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്
നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള എനർജിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ കാമായിട്ട് നിൽക്കുക. ഇറ്റ്സ് ഓക്കെ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ലവ് യു. ഓക്കെ, ഇത് മാത്രം പറഞ്ഞാൽ മതി. അത് കൂടുതൽ പഠിക്കുക, നിങ്ങൾ EFT കുറിച്ച് കൂടുതൽ പഠിക്കുക. ഇത്രയും മിറാക്കുലസ് ആയിട്ടുള്ളൊരു, എന്താ പറയുക, ഇത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും. ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യുക. ഫൊഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഫൊഗീവ്നെസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിന്നെ അത്രയും വേദനിപ്പിച്ചിട്ട് നമ്മൾ ഫൊഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള തോട്ടൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ് സ്കൈലർ ലേണിംഗ്സ് പ്ലാറ്റ്ഫോമിൽ. ജനുവരി മന്തിൽ വരുന്നുണ്ട് EFT കോഴ്സ്. നമുക്ക് 12 ഡേയ്സ് ലൈവ് സെഷൻസ് പ്ലസ് 30 ഡേയ്സ് മാറ്റിംഗ് സർവീസോട് കൂടിയിട്ടുള്ള നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾ കണക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ ലൈഫിൽ വൺസ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിരുന്നത് എനർജി ലെവൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള എനർജി ലെവലിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ വലിയ വീടായിരിക്കാം, അല്ലെങ്കിൽ ബെറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള എനർജി ഫ്രീക്വൻസി ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ എനർജി ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ആകുമ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് അത് അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വിഷമവും സങ്കടവും ഒക്കെ ഹീൽ ചെയ്ത് നമ്മുടെ ആ ഒരു എനർജിയിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഞാൻ കൂടുതലും ഏത് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ പാസ്റ്റിൽ ഏത് ഇമോഷൻസിലൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എനർജി ലെവൽ നമുക്ക് മനസ്സിലാവും. ഗിൽട്ട്, ഷെയിം, ഫിയർ, ആങ്കർ, ഇങ്ങനെയുള്ള ഇമോഷൻസ് ആണ് കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ നമ്മുടെ എനർജി ലെവൽ 200-ന് താഴെ ആയിരിക്കും. ഒരു സ്കെയിലിംഗ് മീൻസ് നമ്മുടെ എനർജി ലെവലിന്റെ ഒരു ചാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇതിൽ. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഞാൻ പറയാറുള്ളത് സോറി, നമ്മുടെ നമ്മുടെ ലൈഫിനെ അറിയാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ സ്കൂൾ ലൈഫിലൊക്കെ ഒരുപാട് നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ലൈഫിന് എങ്ങനെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് എങ്ങനെ വരാം, നമ്മുടെ മൈൻഡിനെ എങ്ങനെ കാമാക്കാം, ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ ബേസിക്കലി നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അതെല്ലാം അല്ലേ. ഇമോഷണലി എങ്ങനെ മെച്ചുവേർഡ് ആവാം, ഒരാളെ എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാം, എങ്ങനെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് വെൽത്ത് അട്രാക്ട് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇനി അതൊക്കെ പഠിക്കുക, അതൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യാം. ഏത് ഏരിയയിലാവട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവട്ടെ, വെൽത്തിലാവട്ടെ, ഹെൽത്തിലാവട്ടെ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. ലൈഫ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാനുള്ളതാണ്. ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെയും കടന്നുപോയി നമ്മൾ ഇത് വിധിയാണ്, ഇതാണ് എൻ്റെ ലൈഫ് എന്ന് കരുതേണ്ട ഒരു കാര്യമില്ല. ഇതിനെല്ലാം സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പവർഫുൾ ടൂളാണെന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഞാൻ ജോസഫ് സാർ, നമ്മുടെ അഡ്വാൻസ് ലെവലും ഒക്കെ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. സാറിന് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? EFT കുറിച്ച് എന്താണ് സാറിന്റെ ലൈഫ്, എന്താണ് ഈ ഒരു ടൂളിന് എത്രത്തോളം ഒരു എഫക്റ്റ് വരുത്താൻ പറ്റിയിട്ടുണ്ട്? സാർ ഒന്ന് ഷെയർ ചെയ്യാമോ? വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ഞാൻ ഇത് സംബന്ധിച്ചാണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും അതുപോലെ നമ്മുടെ ജീവിതം ഒരു ഓർഡറായിട്ട് കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ പറയുന്നത് എല്ലാവരും തന്നെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ഒരു കോഴ്സ് ജോയിൻ ആകുകയും അവരുടെ ലൈഫിൽ വേണ്ടുന്ന മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണിത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ലൈഫിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ വിനിയോഗിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ.
നിങ്ങൾക്ക് ഇപ്പം EFT മുമ്പുള്ള ലൈഫും ഇപ്പോഴുള്ള ലൈഫും എന്താണ്? ഒരുപാട് എങ്ങനെയാണ്? മാറ്റങ്ങളുണ്ട്. ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നു എനിക്കൊരു പ്രശ്നമില്ലാത്ത ഒരാളാണ്. ഞാനിതിങ്ങനെ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ ചേർന്നുകൊണ്ടായിരുന്നു. അന്നൊന്നും എന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ലൈവ് ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായത്. ഞാൻ അവിടെ ഇതിന് അഡ്വാൻസിന് വരുമ്പോൾ തന്നെ എനിക്ക് ഇതൊരു പ്രശ്നമല്ല, പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും എനിക്ക് എന്താണ് മാറ്റങ്ങൾ വരുത്താനുള്ളത്, എന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞതാണ് അന്നേരമാണ്. അതെ. ഇപ്പം ഫൈനാൻഷ്യൽ ആയിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിലും ഒന്നും എനിക്കൊരു പ്രശ്നമില്ലെന്നുള്ള രീതിയിലാണ്. ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഫൈനാൻഷ്യലായിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ വരാം, സാധാരണ മനുഷ്യന് വരാറുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് എന്നൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അങ്ങനെ സോൾവ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് ബ്ലോക്ക് ആയാൽ അടുത്ത വഴി കൂടെ പോകും. ഒരു ബിസിനസ് ബ്ലോക്ക് ആയാൽ അത് ക്ലോസ് ചെയ്ത് അടുത്ത ബിസിനസ്സിലേക്ക് പോകും. ഇങ്ങനെയുള്ള രീതിയായിരുന്നു എൻ്റെത്. പക്ഷെ അതല്ല, നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ഒരിടത്ത് നിൽക്കണമെന്നും നിൽക്കുന്ന അത് നമ്മളുടെ പ്രോബ്ലം എല്ലാം നമ്മൾ മനസ്സിലാക്കാനും ഇതൊക്കെ ഒരു അവസരമായിട്ട് എനിക്ക് തോന്നി. അത് വളരെ ഉപകാരപ്രദമാണ് എൻ്റെ ജീവിതത്തില്. അത് കുറേയൊക്കെ എനിക്ക് അത് ജീവിതത്തിൽ പ്രായോഗികമായിട്ട് വരുത്താനും ഒക്കെ കഴിഞ്ഞു. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ഇത് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആരാണ് നല്ല റിലേഷൻഷിപ്പിൽ വെക്കേണ്ട ആളുകള്, മാറ്റി നിർത്തേണ്ട ആളുകൾ ആരാണ്, ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പം നമുക്ക് റിലേഷൻഷിപ്പ് ഒരുപാടുണ്ടാകും. ഇപ്പം ഞാനൊക്കെ ഒരു സോഷ്യൽ ഇതിലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒരുപാട് ബന്ധങ്ങൾ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഒരു അവസരമായിരുന്നു അത്. അത് എനിക്ക് വളരെയേറെ ഉപകാരപ്പെട്ടു. എന്റെ ഫീൽഡിൽ എനിക്ക് അത്രത്തോളം അത് ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. അതെ. ഇപ്പം സാറ് പറഞ്ഞതിലൊരു പ്രധാന കാര്യമാണ്, നമ്മൾ പലപ്പോഴും സ്വാഭാവികമാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കും അല്ലെ, പ്രശ്നങ്ങൾ അതെ നിറഞ്ഞതാണ്. പക്ഷെ അങ്ങനെയല്ല, അല്ലേ സാർ? നമുക്ക് അതെ അതെ വളരെ അതെ. നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് നമ്മുടെ ലൈഫിനെ അതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. ഇപ്പം ലൈഫ് തന്നെ ശരിക്കും എൻജോയ് ചെയ്ത് പോകുന്നു. എനിക്ക് ഒരുപാട് ടൈം സേവ് ആകാൻ ഒക്കെ കഴിയുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി മാറ്റങ്ങൾ ഉണ്ട്. നല്ല ഫ്രണ്ട്സ് അടുത്ത് നിർത്തേണ്ട ഫ്രണ്ട്സ് ആരാണ്, കുറച്ച് മാറ്റി നിർത്തേണ്ട ഫ്രണ്ട്സ് ആണ്, ദൂരെ നിർത്തേണ്ട ഫ്രണ്ട്സ് ആരാണ്, ബൗണ്ടറി ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമിക്കും. അവസരം ഉണ്ടായതുള്ളതാണ്. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ ഓക്കെ, മച്ച്. താങ്ക് യു. അപ്പം എല്ലാവരും വൺസ് ഇത് ലൈഫില് വിധി സെൽഫ് അട്രാക്ഷൻ ആണോ? വിധി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ തന്നെ കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ബിലീഫ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിധിയും മാറും എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ബിലീഫ്സ് രൂപപ്പെടുന്ന ഒരു പ്രോഗ്രാമിംഗ് ടൈം ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ എക്സ്പീരിയൻസസിലൂടെയും കണ്ട കേട്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ബിലീഫ് ആയിട്ട് വരുന്നുണ്ട്. ഈ ബിലീഫാണ് അട്രാക്ട് ചെയ്യുന്നത്. ഈ ബിലീഫ്സ് നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൽ നിന്നും ക്ലിയർ ആവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതാണ്, വിധി നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് അല്ലേ, നമ്മൾ പ്രാർത്ഥനകളിലൂടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാറില്ലേ. മതവിശ്വാസപ്രകാരം പറയുമ്പോൾ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ആ വിധി അവിടെ മാറാം. അപ്പം ഈ പ്രാർത്ഥനകൾ തന്നെയാണ് നമ്മൾ അഫർമേഷൻസും, ഇത് കണക്റ്റഡ് ആണ് കേട്ടോ, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു എനർജി ഹീലിംഗിൽ ഉള്ളത്. അപ്പം വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ഏകദേശം നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച് ഇത്രയും സമയം സെഷനിൽ ഇരുന്നതിന്. എങ്ങനെ ഉണ്ടായിരുന്നു? യൂസ്ഫുൾ അല്ലേ? എന്താണ്? ഓക്കെ, Very useful, ma'am. Thank you. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.
ഇതുപോലുള്ള അറിവുകൾ വീണ്ടും തരാനും കേൾക്കാനും ആസ്വദിക്കാനും സൗഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥനയോടെ. Thank you so much. Thank you, ma'am. Thank you. Thank you, ma'am.